നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. കാക്കയെ നോക്കുവിൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 22 മുതൽ 31 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാകയാൽ എന്തു തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ഡികശാലയും കളപ്പുരയുമില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷമുള്ളവർ. പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരുമുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആകയാൽ ഏറ്റവും ചെറിയതിന് പോലും നിങ്ങൾ പോരാത്തവർ എങ്കിൽ ശേഷമുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പീൻ. അത് അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല. ഇന്ന് ഉള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചൽപ്പെടരുത്. ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. അവന്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്ക് ഇതും കിട്ടും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ രക്ഷകനായി സ്വീകരിച്ച അരുമ ശിഷ്യരോട്, അല്ലെങ്കിൽ അവരുടെ വാക്കിനാൽ രക്ഷിക്കപ്പെടാൻ പോകുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ രക്ഷകനായി സ്വീകരിച്ച് കഴിയുമ്പോൾ നിലവിലുള്ള നിങ്ങളുടെ അന്നമൊക്കെ മുട്ടാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ജോലി പോകാൻ സാധ്യതയുണ്ട്, അതുപോലെ നിങ്ങളുടെ വരുമാനം ഇല്ലാതാകാൻ സാധ്യതയുണ്ട്, നാട്ടിൽ നിക്കക്കള്ളി ഇല്ലാതെ വരാനുള്ള സാധ്യതയുമുണ്ട്. മതങ്ങൾ നിങ്ങളെ വെറുക്കും, രാഷ്ട്രീയക്കാർ നിങ്ങളെ വെറുക്കും, എന്തിന് നിങ്ങളുടെ വീട്ടുകാർ പോലും നിങ്ങളെ വെറുത്തു എന്ന് വരാനുള്ള സാധ്യത ഉണ്ട്. ഒറ്റ കാരണത്തിനാണ്. നിങ്ങൾ പുകവലിക്കുകയോ അല്ലെ കഞ്ചാവടിക്കുകയോ, നിങ്ങൾ കള്ളുകുടിക്കുകയോ വഴക്കുണ്ടാക്കുകയോ മോഷ്ടിക്കുകയോ ഭീകരവാദത്തിന് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. ആകെ ബൈബിള് വായിക്കുന്നു, പാട്ടുപാടുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരു സഭായോഗത്തിന് പോകുന്നു, ദൈവവചനം കേൾക്കുന്നു. ഇതല്ലാതെ ഒരു ദോഷവും ആളുകൾക്ക് ചെയ്യുന്നില്ല. ആരെയും ചതിക്കുന്നില്ല, കൈക്കൂലി വാങ്ങുന്നില്ല, കള്ളത്തരം കാണിക്കുന്നില്ല. പക്ഷെ എന്നാലും ആളുകൾക്ക് ഈ സുവിശേഷക്കാരോട് ഭയങ്കര വിരോധമാണ്. ഇന്ന് നമ്മുടെ പല രാജ്യങ്ങളിലും ഈ ക്രൈസ്തവര് അകാരണമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ്. നോർത്ത് കൊറിയയിൽ അവരെ ഇങ്ങനെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. കഠിനമായിട്ട് അവരെ കൊണ്ട് ജോലികൾ ചെയ്യിക്കുകയാണ്. അതുപോലെ സൊമാലിയയില്, സുഡാനില്, അഫ്ഗാനിസ്ഥാനില്, പാകിസ്ഥാനില്, അതുപോലെ ഗൾഫ് രാജ്യങ്ങളില്, ഇന്ത്യയിൽ പോലും ക്രൈസ്തവർ ഒരൊറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, യേശുവിനെ ദൈവമായിട്ട് വിശ്വസിക്കുന്നു എന്നുള്ള ഒറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വീടുകൾ തകർക്കപ്പെടുന്നു, അവരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു, അവരുടെ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നു, കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നു. നാട്ടിൽ അവർക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകുന്നു. ഭീകരവാദികൾക്ക് ഇവിടെ സുഖമായിട്ട് താമസിക്കാം, മദ്യപാനികൾക്കും മയക്കുമരുന്ന് കച്ചവടക്കാർക്കും സകലമാന മാഫിയകൾക്കും ഇവിടെ താമസിക്കാം. രാഷ്ട്രീയക്കാരുടെ ഒത്താശയുണ്ട്. പക്ഷേ നൈജീരിയയിൽ ആയിരക്കണക്കായ ആളുകളാണ് ഓരോ ദിവസവും വിശ്വാസ നിമിത്തം കൊല്ലപ്പെടുന്നത്. അതുപോലെ സിറിയയിൽ, അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു പറയുകയാണ്, അതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കും. പക്ഷേ എന്തു തിന്നും എന്ന് ശരീരത്തിനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ജീവനായിക്കൊണ്ടും ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടരുത്. കാക്കയെ നോക്കുക. ഇവിടെ കർത്താവ് പ്രാവിനെ നോക്കുക എന്നല്ല പറഞ്ഞത്. കാരണം പ്രാവ് ഒരു വിശുദ്ധ പക്ഷിയാണ്, അത് സസ്യഭുക്കാണ്, അത് ചെളിയിലൊന്നും ഇരിക്കത്തില്ല, അത് ഇണങ്ങുന്ന ഒരു ജീവിയാണ്. നമുക്കതിനെ ഇണക്കി വളർത്താം.
വളരെ മനോഹരമായ ചിറകുകളൊക്കെയുള്ള ഒരു ജീവിയാണ്. കാക്ക അങ്ങനെയല്ല. കാക്ക ഒന്നാമത് യാഗത്തിന് കൊള്ളുന്ന ഒരു പക്ഷിയല്ല. രണ്ടാമത് എന്ത് വൃത്തികെട്ട സാധനവും അത് കഴിക്കുന്ന ഒരു പക്ഷിയാണ്. കണ്ടാലും അറപ്പ് തോന്നുന്ന അതിൻ്റെ ശബ്ദവും അങ്ങനെ തന്നെ. പക്ഷെ അങ്ങനെയുള്ള പക്ഷിയെപ്പോലും ദൈവം പുലർത്തുന്നു എന്നാണ്. കാക്കയെ സംബന്ധിച്ച് അത് തലേ ദിവസത്തെ ഭക്ഷണം എടുത്ത് സൂക്ഷിച്ചൊന്നും വെക്കാറില്ല. നാളെ കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയില്ല. കാക്കയെ ആഹാരം കണ്ടാൽ കാറും മറ്റു കാക്കകളെ വരുത്തും, അവയ്ക്കെല്ലാം തിന്നാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. പക്ഷേ പിറ്റേ ദിവസത്തേക്ക് അവ ശേഖരിച്ചു വയ്ക്കാറില്ല. കാരണം അവയ്ക്ക് നല്ല ഉറപ്പുണ്ട്, ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടത് ഇന്ന് തന്ന പോലെ നാളെയും തരും എന്നുള്ള ഉറപ്പ് അവയ്ക്കുണ്ട്. യേശു ചോദിക്കുകയാണ്, താമര, ചെളിയിൽ വളരുന്ന താമര, എത്ര മനോഹരമായ പുഷ്പത്തെയാണ് അത് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഒരു ദിവസമേ ആ പുഷ്പത്തിന് ആയുസുള്ളൂ. പക്ഷേ ദൈവം എത്ര മനോഹരമായിട്ടാണ് അതിനെ നൂൽക്കുന്നത്, അതിന് കളർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അശുദ്ധപക്ഷിയായ കാക്കയെപ്പോലും ദൈവം പുലർത്തുമെങ്കിൽ ഈ ചെളിയിലെ താമരയെ ഇങ്ങനെ അലങ്കരിക്കുമെങ്കിൽ ശലോമോന് പോലും തൻ്റെ പ്രൗഢിയിൽ ദൈവം സൃഷ്ടിച്ച ഈ താമരയുടെ സൗന്ദര്യം അത്രയും വരുത്താൻ കഴിഞ്ഞില്ല എന്നാണ് യേശു പറഞ്ഞത്. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങളുടെ ജീവനായും ശരീരത്തിനായും ഒന്നും നിങ്ങൾ വിചാരപ്പെടണ്ട. കാരണം നിങ്ങൾക്കൊരു പിതാവുണ്ട്. ആ പിതാവ് വിചാരപ്പെടുന്നുണ്ടോ, അതുകൊണ്ട് നിങ്ങൾ വിചാരപ്പെടണ്ട എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് യേശു പറയുന്നത്. അതിൻ്റെ അർത്ഥം എൻ്റെ പിതാവ് എന്നെ പുലർത്തുന്നു. എന്നെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ച പിതാവായ ദൈവം എന്നെ പുലർത്തുന്നു. അതുകൊണ്ട് ആ പിതാവ് നിങ്ങളെയും പുലർത്തും. കാരണം എന്നെ കൈക്കൊണ്ടതിനാൽ നിങ്ങൾ ദൈവമക്കളായി തീർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളോട് വെറുതെ പറയുകയല്ല നിങ്ങൾ എൻ്റെ മക്കളാണെന്ന്. തീർച്ചയായിട്ടും അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ ദൈവം തീർച്ചയായിട്ടും നിറവേറ്റും. അതിനുള്ള മാർഗമൊക്കെ ദൈവം കാണിച്ചു കൊടുക്കും. ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റി, പിന്നെ വിധവയെ കൊണ്ട് പോറ്റി, പിന്നെ ദൂതനെ കൊണ്ട് പോറ്റി. തന്നെ സ്നേഹിക്കുന്ന മക്കളുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു വഴി ദൈവം അവർക്ക് കാണിച്ചു തരാതിരുന്നിട്ടില്ല. തീർച്ചയായിട്ടും കാണിച്ചു നൽകും. അതുകൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾക്കൊരു പിതാവുണ്ട്. ആ പിതാവ് നിങ്ങൾക്ക് വേണ്ടി കരുതും. ആ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചിരിക്കുക. അതാണ് യേശു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പല ആളുകളും യേശുവിനെ കൈക്കൊള്ളാൻ മടിച്ച് നിൽക്കുന്നത്, അറച്ചു നിൽക്കുന്നത് ജോലി പോയെങ്കിലോ വരുമാനം പോയെങ്കിലോ എന്നുള്ളതാണ്. പക്ഷേ അവർ നഷ്ടപ്പെടുത്തുന്നത് നിത്യതയാണ്, സ്വർഗമാണ്, സ്വർഗ സന്തോഷമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അബദ്ധങ്ങളുടെ പിന്നാലെ, അനാചാരങ്ങളുടെ പിന്നാലെ, താൽക്കാലികമായ അസുഖത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒക്കെ പിന്നാലെ അവർ നിത്യത, സ്വർഗം നഷ്ടപ്പെടുത്തുകയാണ്. യേശുവിടെ ഉറപ്പ് നൽകുകയാണ്, നിങ്ങൾ എന്നെ രക്ഷകനായി സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ദൈവമക്കളായി തീരുന്നതിനാൽ ദൈവം, പിതാവായ ദൈവം, കാക്കയെയും പുലർത്തുന്ന അല്ലെങ്കിൽ താമരയെ അണിയിക്കുന്ന ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും പുലർത്തും, അണിയിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയാണ്. ആ ഉറപ്പിൽ കർത്താവിനെ സ്നേഹിപ്പാൻ, വിശ്വസിക്കാൻ, അനുസരിക്കാൻ, ആരാധിക്കുവാൻ ധീരമായ ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ ഏവരെയും ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.